മൂന്നാം പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകിയ കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതോടെ ഇനി രാഹുൽ ജയിലിൽ തന്നെ തുടരും. കഴിഞ്ഞ ദിവസം അടച്ചിട്ട കോടതി മുറിയിൽ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നു. ഇത് പരിഗണിച്ച് കൃത്യമായ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളും ന്യായങ്ങളും കോടതി അംഗീകരിച്ചു. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ജയിലിൽ തന്നെ കിടക്കും എന്നുള്ള കാര്യം. വിദേശത്തുള്ള NRI യുവതി നൽകിയ മൂന്നാമത്തെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസ്. രാഹുൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ജാമ്യം നൽകുന്നത് അതിജീവിതയെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ ഇടയാക്കുമെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവെച്ചു. ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും അതിജീവിതയെ തെറി വിളിക്കുന്നവരും ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ അതിജീവിതയെ എന്ന് പറയുന്ന വ്യക്തി അവർ ആരായിരുന്നു എന്ന ചോദ്യത്തിന് അവർ ഒരു വിവാഹിതയാണെന്നൊരു ഐഡന്റിറ്റി മാത്രമാണ് നമുക്ക് മുന്നിലെത്തിയത്. ഒരു സ്ത്രീ അവിവാഹിതയാവുകയും അവൾക്കൊരു പാർട്ട്ണർ മാത്രം ഉണ്ടാവുകയും ആ പ്രണയത്തിൽ അവൾക്ക് വഞ്ചന നേടുകയും ചെയ്താൽ മാത്രമാണ് കേരള സമൂഹം അംഗീകരിക്കുക. വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ വ്യക്തിപരമായി ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. ഒരു വ്യക്തി, അത് ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും, അവർക്ക് അവരുടെ പാർട്ട്ണറിന്റെ അടുത്ത് ഉത്തരവാദിത്തമുണ്ട് എന്നും അവർ വിശ്വസ്തയും വിശ്വസ്തനോ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് പറ്റാത്തൊരു ബന്ധമാണ് ഉള്ളതെങ്കിൽ, വൈവാഹിക ബന്ധം വളരെ ടോക്സിക് ആണ് എങ്കിൽ, ആ വൈവാഹിക ബന്ധം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ ആ വൈവാഹിക ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് വേണ്ടത്. അതിന് ഒക്കെ ഉപരിയായി നിന്നുകൊണ്ട് ആ ബന്ധം തുടരുകയും സമൂഹത്തിന് മുന്നിൽ അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിന് ശേഷം മറ്റൊരാളുമായി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധങ്ങളെ അംഗീകരിക്കുന്നതിൽ വ്യക്തിപരമായി വിരോധമുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ തന്നെയും അവിഹിതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ സോക്കോൾഡ് ബന്ധങ്ങളെയൊക്കെ തന്നെ വലിയ പുരോഗമനമാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അനാർക്കിസ്റ്റുകളായിട്ടുള്ള കുറേ ആളുകൾ. അത്തരത്തിലുള്ള ആളുകളോടും വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അതിജീവിതയുമായി ബന്ധപ്പെട്ട 3 പരാതികളിൽ സംഭവിച്ചത്, ഈ 3 പരാതികളിൽപ്പെട്ട സ്ത്രീകൾക്ക് രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് നമുക്ക് കൃത്യമായി വലിയ ധാരണയില്ലെങ്കിൽ പോലും ഒന്നാമത്തെയും മൂന്നാമത്തെയും പരാതിയിൽ ഇവരൊക്കെ തന്നെയും വീട്ടിലെ സാഹചര്യം അതിഭീകരമായിരുന്നുവെന്നും ബന്ധങ്ങളിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വീട്ടിൽ നേരിട്ടിരുന്ന ആ വലിയ അവഹേളനത്തിന്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു സ്നേഹത്തിന്റെ തുരുത്തായി ഈ സ്ത്രീകൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീകൾക്കൊപ്പം ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ഈ ഉറപ്പാണ് അടിസ്ഥാനപരമായി ആ സ്ത്രീകൾ ഈ ലൈംഗിക ബന്ധത്തിന് ഉള്ള കൺസെന്റ് അഥവാ സമ്മതമായി അവർ തിരികെ നൽകുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും നാളെ ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് താമസിക്കാമെന്നുള്ള ഉറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാത്ത സ്ത്രീകൾ അവർ ഇവനോട് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സെക്ഷൽ പെർവേർട്ട് ഈ സ്ത്രീകൾ ഒന്നിലധികമെന്നുമല്ല പറയേണ്ടത്, 2, 3, 4 സ്ത്രീകളുമായുള്ള ഒരേ സമയത്ത് ബന്ധം തുടരുന്ന വ്യക്തിയായിരുന്നു. ഉഭയസമ്മതപ്രകാരമായിരിക്കാം, പക്ഷേ ഓരോ സ്ത്രീകളോടും താൻ കൂടെ ഉണ്ടാകുമെന്നും ഭാവിയിൽ വിവാഹം കഴിക്കാമെന്നും താൻ അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ആശയും നൽകിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുഖം മൂടിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ ജനകീയമായ വിശ്വാസ്യത കൂടി ഈ സ്ത്രീകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് കൺസെന്റ് ആയി വന്നത്. ഈ കൺസെന്റിന് എന്ത് സംഭവിക്കുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ വാക്കിന്റെ പുറത്ത് നൽകിയ കൺസെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്ക് തെറ്റിച്ചതോടുകൂടി ആ കൺസെന്റ് ഇല്ലാതെയാവുകയാണ്. അതോടുകൂടിയാണ് ഇത് പീഡനമായി മാറുന്നത്. ഇത് പീഡനത്തിന്റെ ഗ്രൗണ്ടിൽ വരുന്നതും അതൊക്കെ തെളിയിക്കപ്പെടേണ്ടതൊക്കെ കോടതിയിൽ തന്നെയാണ്. അതിനോട് ഞാൻ മുൻകൂറായൊരു ന്യായവാദം ഒന്നും എടുക്കുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും അംഗീകരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികളെ എൻഡോസ് ചെയ്യുകയും ചെയ്ത നിരവധി ആളുകൾ നമുക്കൊപ്പമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊന്നും പാലിക്കാതെ തന്റെ ക്രെഡിബിലിറ്റി ഉപയോഗിച്ച് സ്ത്രീകളെ ഉപയോഗിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുക തന്നെയാണ്. പദവിയുടെ ദുരുപയോഗമാണ് ഏറ്റവും പ്രധാനം. ഒരു MLA എന്നതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. തനിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരവും അധികാരവും സ്ത്രീകളെ ചൂഷണം ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉപയോഗിച്ചു എന്നത് തെളിയിക്കപ്പെട്ടാൽ അത് സത്യത്തിൽ ജനാധിപത്യ സംവിധാനത്തോടുള്ള വഞ്ചനയാണ്. ഇത്തരം പ്രവർത്തികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യുവ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്ന സമയത്ത് പൊതുജന വിശ്വാസം തകർക്കുന്നതിനും അല്ലെങ്കിൽ നാളെ ഇത് ഒരുപാട് തെറ്റായ മാതൃകകൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും. മറ്റൊന്നാണ് ഇരകളെ വേട്ടയാടുന്ന രീതി. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പല രീതികളിലൂടെയും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെട്ടുകിളിക്കൂട്ടങ്ങൾ എത്തുന്നുണ്ട്. അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണ്.
ഒരു കുറ്റാരോപിതനെ സംരക്ഷിക്കാൻ വേണ്ടി അതിജീവിതയെ വ്യക്തിഹത്യ ചെയ്യുന്നത് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഈ പ്രവണതയെ എതിർക്കുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ കടമയാണ്. ഞാനൊരു പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ആ ബോധ്യമുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ എതിർക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇയാൾക്ക് രാഷ്ട്രീയപരമായി ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത, അതിജീവിതകളെയും സാക്ഷികളെയും ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന കോടതിയുടെ നിരീക്ഷണം ഇന്ന് വന്നിട്ടുണ്ട്. ഇത് വളരെ പ്രസക്തമാണ്. ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് കേസ് അട്ടിമറിക്കപ്പെടാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഗ്രൗണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ എതിർക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. മറ്റൊന്ന്, രാഷ്ട്രീയ അനുഭാവത്തിന്റെ പേരിൽ ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും. കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് മാത്രം ചെയ്യുകയും പ്രധാനപ്പെട്ട നേതാവായ വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി തള്ളിക്കളയുകയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെട്ടുകളിക്കൂട്ടം വി.ഡി. സതീശനെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കുറ്റം ചെയ്തത് ആരായാലും അത് ശിക്ഷിക്കപ്പെടണമെന്ന നീതിബോധമായിരിക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അടിസ്ഥാനം. ഞങ്ങളുടെ പാർട്ടിയിലെ ആളായതുകൊണ്ട് കുറ്റക്കാരനല്ല എന്ന നിലപാട് സാമൂഹിക വിരുദ്ധമാണ്. ഇനി 3 വ്യത്യസ്ത പരാതികളാണ് ഉയർന്നു വന്നത്. ഈ സാഹചര്യത്തിൽ ഇതിന് പിന്നിലെ സത്യസന്ധത പുറത്തു കൊണ്ടുവരേണ്ട അത്യാവശ്യം. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി അന്വേഷിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. പീഡന പരാതികളിൽ ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് പ്രഥമ പരിഗണന. രാഷ്ട്രീയ ലാഭത്തിനപ്പുറം സ്ത്രീ സുരക്ഷയ്ക്കായി നിലകൊള്ളുന്നവർ അല്ലെങ്കിൽ സാമൂഹിക നീതിക്കായി നിലകൊള്ളുന്നവർ ഇത്തരം സാഹചര്യങ്ങളിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കണം. അധികാരവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് നീതി അട്ടിമറിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽമാരെ പോലുള്ള ആളുകളെ അനുവദിക്കരുത്. ആ പൗരബോധം നമ്മൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർക്കേണ്ടതുണ്ട്.